DMA ന്യൂസിന്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് ഏകദേശം 15ഓളം ഫാമിലികളാണ് US വിസ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. റിസഷൻ ഇനിയും രൂക്ഷമാവുകയാണെങ്കിൽ ഇതിന്റെ എണ്ണം വർദ്ധിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഇതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി ബാധിച്ച മറ്റൊരു മേഖലയാണ് വാഹന കമ്പോളം. 96-98 നിസാൻ മൈക്രകളും ഒപ്പൽ കോഴ്സുകളും അടക്കി വാണുകൊണ്ടിരുന്ന ദ്രോഹഡയിലെ കാർ പോർച്ചുകൾ അലങ്കരിക്കുന്നത് 2006-2008 ഓഡി, BMW, ഷെവർലെ, സ്കോഡ, അവനിസിസ് തുടങ്ങിയ ആഡംബര കാറുകളാണ്. റിസഷന്റെ ശക്തമായ പ്രത്യാഘാതമായിട്ടാണ് ദ്രോഹഡയിലെ നിവാസികൾ ഇതിനെ കാണുന്നത്. ഇതുമൂലം അവരുടെ പഴയ വാഹനങ്ങൾ വിറ്റ് പുതിയവ വാങ്ങിക്കുവാൻ നിർബന്ധിതരായിരിക്കുകയാണ് DMA അംഗങ്ങൾ. ഇങ്ങനെ പോവുകയാണെങ്കിൽ ബെൻസ് S ക്ലാസ് വരെ എടുക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് DMA അംഗങ്ങൾ. അവർ ലേഡി ഓഫ് ലൂർദ് പള്ളിയുടെ സമീപത്തു നിന്നും DMA ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ അജയനൊപ്പം റിപ്പോർട്ടർ അനില ശ്രീകുമാർ. നന്ദി അനില. വളരെ വിചിത്രമായ സാമ്പത്തിക മാന്ദ്യമാണ് ദ്രോഹഡയിൽ മലയാളികളെ ബാധിച്ചിരിക്കുന്നത്. തിരിച്ചു വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. ദ്രോഹഡയിൽ ഇത്തവണ സമ്മർ നേരത്തെ കുടുംബനാഥന്മാർ ആരും വീട്ടിലിരിക്കുന്നില്ലെന്ന് വീട്ടമ്മമാർ. പതിവിലും നേരത്തെ സമ്മർ എത്തിയിരിക്കുന്നു. എല്ലാ വർഷവും ദ്രോഹഡയിൽ സമ്മർ ഉണ്ടെങ്കിലും ഇത്തവണ സമ്മറിന് ചൂട് വളരെ കൂടുതലാണ്. ഇതാഘോഷിക്കാൻ തദ്ദേശീയരും വിദേശീയരും ഒരുപോലെ തീരുമാനിച്ചത് മലയാളി കുടുംബങ്ങളിൽ ഒച്ചപ്പാടുകൾക്കിടയാക്കി. DMA ന്യൂസിന്റെ ഒരു സമ്മർ കാഴ്ച. ചോദിച്ചോ ചേട്ടാ, ഇത് എന്തിനാ ഇതിങ്ങനെ തൂക്കുന്നേ? മോനെ, ഇത് കറുക്കാതിരിക്കാനുള്ള ക്രീമല്ലേ? ഇല്ലെങ്കിൽ നമ്മളത് കറുത്ത് കരിങ്കുട്ടനായി പോവില്ലേ? ചേട്ടാ, ഈ കൂളിംഗ് ഗ്ലാസിന്റെ രഹസ്യം എന്തുവാ? ഇതൊരു പ്രത്യേക രഹസ്യ. ഇതിൽ കൂടെ നോക്കിയാ നമുക്ക് എല്ലാവരെയും കാണാം, നമ്മളെ ഒരാളും കാണൂല. ചേട്ടൻ്റെ ഒരു ദിവസം ഇപ്പം എങ്ങനെയാ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത്? അതിരാവിലെ ഒരു 10-11 മണിയാകുമ്പോൾ ഞാൻ എണീക്കും. പുതപ്പിൻ്റെ അടിയിലൂടെ സൂര്യനുണ്ടോ എന്ന് നോക്കും. സൂര്യനുണ്ടെങ്കിൽ അവളറിയാണ്ട് പതക്കെ എണീറ്റ് നേരെ ടൗണിലോട്ടാ. ചേട്ടാ, ഈ പുള്ളിക്കാരത്തി എണീറ്റ് എന്താ കുഴപ്പം? അയ്യോ,
പുള്ളിക്കാരത്തി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിയൽ ബ്യൂട്ടി എൻജോയ് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് അവൾ എണീറ്റാണ്ട് നേരെ ഇങ്ങ് പോരും. പിന്നെ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞ് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേനും ശശി മോഹനും ബീച്ചിലുണ്ടാവും. അവർക്ക് ബീച്ചിലെ ബ്യൂട്ടി ഏറ്റവും ഇഷ്ടേ. പിന്നെ അവരുടെ കൂടെ ഞാൻ കൂടും. അങ്ങനെ ഒരു ദിവസം അങ്ങനെയൊക്കെ ആക്കി തീരും. നിങ്ങളുടെ ഡ്യൂട്ടിയൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു? ഡ്യൂട്ടി എന്നും പറയാണ്ട. കഴിഞ്ഞ ആഴ്ച ശോശാമിക്കുണ്ടല്ലോ 5 ഡ്യൂട്ടി ആയിരുന്നു. ഓ, അത് കഴിഞ്ഞൊരു ഓൺ കോളും. കാര്യമാണെങ്കിൽ പറയണ്ട. അവൾ എങ്ങനെ ഇത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവാത്ത. 3 ഏജൻസിയും 2 ഓൺ കോളും 3 ഓവർ ടൈമും. അപ്പോൾ ചേട്ടൻ്റെ ഭാര്യയുടെ കാര്യം? അതിപ്പോൾ അവളോട് തന്നെ ചോദിക്കണം, എനിക്കറിയാൻ പാടില്ല. അടിപൊളി ഐറിഷ് സമ്മർ ഹോട്ടായി ആസ്വദിക്കുന്ന മലയാളികളുടെ ഇടയിൽ നിന്ന് DMA ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ഉണ്ണിയോടൊപ്പം റിപ്പോർട്ടർ ശ്രീകുമാർ. പന്നിപ്പനി ഭീഷണി ഡ്രോഹഡയിലും. മലയാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക്. ഡ്രോഹഡ മലയാളി അസോസിയേഷന്റെ ഇത്തവണത്തെ ഓണാഘോഷം സംശയമുനി. DMA ന്യൂസ് കവർ സ്റ്റോറി. പന്നിപ്പനി ഭീഷണി യൂറോപ്യൻ മാധ്യമങ്ങൾ ആഘോഷമാക്കുമ്പോൾ മലയാളികൾ കടുത്ത ഭീതിയിലും ആശങ്കയിലുമാണ്. വെക്കേഷന്റെ മറവിൽ അവർ ഡ്രോഹഡയിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും നാട്ടിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യത്തെ DMAയുടെ ഓണാഘോഷം വരെ ഇതുമൂലം നടത്തണമോ വേണ്ടയോ എന്ന ആശങ്കയിലായിരുന്നു പുതിയ നേതൃത്വം. കാലാകാലങ്ങളായി കേരളത്തെപ്പറ്റി ചിന്തിക്കാത്തവർ പോലും ഗൂഗിൾ എർത്തിന്റെ സഹായത്തിൽ സ്വന്തം വീട് തപ്പിപ്പോയത് നാട്ടിലും മറുനാട്ടിലും കൗതുകമുളവാക്കി. പടപേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ അവിടെ പന്തം കൊളുത്തിപ്പട എന്ന പോലെയായി അവരുടെ കാര്യം. ദൈവത്തിന്റെ സ്വന്തം നാട് ഇന്ന് പനികളുടെ സ്വന്തം നാടായി മാറിയിരിക്കുന്നു. പനികളുടെ വിളഭൂമിയിലേക്ക് പറന്നിറങ്ങുന്ന അവർക്ക് DMA ന്യൂസ് എല്ലാവിധ ആയുരാരോഗ്യ ആശംസകളും നേരുന്നു. സിന്ധു സൂര്യകുമാർ, DMA ന്യൂസ്. അനിയന്ത്രിതമായ വിലക്കയറ്റം മലയാളികളെ നൂറിയിലേക്ക് ഒഴുകുന്നു. മറ്റൊരു മാറിയോ നൂറി, മറ്റൊരു മാഹിയോ നൂറി. ക്രൈം റിപ്പോർട്ട്. വാറ്റിന്റെ അതിപ്രസരം, ബ്രാൻഡുകളുടെ വൈവിധ്യം, ഫ്രീ കാർ പാർക്കിംഗ്, ടോൾ ഫ്രീ യാത്ര, 47% വരെയുള്ള ലഹരി എന്നിവയൊക്കെയാണ് ബെൽഫാസ്റ്റ് അടുത്തുള്ള നൂറിയിലേക്ക് മലയാളി കുടുംബനാഥന്മാരെ ആകർഷിക്കുന്നത്. പക്ഷേ കുടുംബനാഥകൾക്കോ നൂറി മറ്റൊരർത്ഥത്തിലാണ് ഹരമാകുന്നത്. തുണിത്തരങ്ങളുടെ വിലക്കുറവ്, സെലക്ഷൻ, നാപ്പിയുടെ ലഭ്യത എന്നിവ അവർ ആഘോഷിക്കുമ്പോൾ ഈ മറ എല്ലാ അർത്ഥത്തിലും മുതലെടുക്കുകയാണ് പുരുഷപ്രജകൾ. സ്വന്തം കാറിൽ രഹസ്യ അറ വരെ ഇതിനായി പണിതീർത്തിട്ടുണ്ടെന്ന് പേരും മുഖവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു അംഗം DMA ന്യൂസിനോട് വെളിപ്പെടുത്തി. ചേട്ടാ പേരെങ്ങനെ? പേര് നാളൊന്നും അറിയണ്ട, കാര്യം ചോദിക്കേ. ചേട്ടാ ഈ സ്ഥിരമായിട്ട് അങ്ങോട്ട് പോകാറുണ്ടോ? സ്ഥിരമായിട്ട് ചോദിച്ചാൽ എല്ലാ ആഴ്ചയിലും പോകാറുണ്ട്. പിന്നെ ഓണം, ക്രിസ്മസ് ഓർഡറുകൾ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ പ്രാവശ്യം പോകേണ്ടി വരും. ചേട്ടാ ഈ ചെക്കിങ്ങിന്റെ പ്രശ്നമൊന്നുമില്ലേ? ചെക്കിംഗ് ഒരു പ്രശ്നമാണ്. ബോർഡർ വരെ പോലീസ്, അത് കഴിഞ്ഞാൽ ഗാർഡ. അത് നമ്മൾ ജപ അങ്ങനെ പോവും. പിന്നെ വീട്ടിലെത്തിയാൽ ഭാര്യ. അതിന് ഡിക്കിയിൽ ഞാനൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ വളരെ നന്ദി ചേട്ടാ. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രം. ചേട്ടാ ഒരു മിനിറ്റ്, പോലെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രം ഡ്രോഹഡ ബെൽഫാസ്റ്റ് M1 മോട്ടോർവേയിലോടുന്ന ഓരോ മലയാളിക്കാരന് പറയാനുണ്ടാകും ഇതുപോലത്തെ 1000 മദ്യം മടക്കുന്ന കഥകൾ. DMA ന്യൂസിന് വേണ്ടി ക്യാമറമാൻ തോമസിനൊപ്പം നൂറിൽ നിന്നും നിക്സൺ. ചേട്ടാ ഇനി എന്നാ പോണേ? 2 ദിവസം കഴിഞ്ഞ് ഇനി പോകേണ്ടി വരും. ചേട്ടാ 2 ജെയിംസിനെ. ഓക്കെ. തീർത്തും ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണിത്. ഇനിയും നൂറ് സന്ദർശിക്കാത്ത അയർലൻഡിലെ മലയാളികൾക്ക് ഇതൊരു പ്രചോദനമാകട്ടെ. വാർത്തകൾ അവസാനിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ എന്നാണാവോ. നമസ്കാരം.